നസ്രാണി, നസ്രാണിന്റെ ചാരി സഞ്ചരിക്കുന്നവൻ. തനി നസ്രാണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അടുക്കള അടച്ച് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ? പല രോഗങ്ങളുടെയും ഉറവിടം നാം കഴിക്കുന്ന ഭക്ഷണമാണെന്നിരിക്കെ വിഷാംശം നിറഞ്ഞ ഭക്ഷണത്തോട് ഗുഡ് ബൈ പറയാം. നമ്മുടെ പൂർവികരുടെ കാലഘട്ടത്തിൽ ഇത്രയും രോഗങ്ങളും അമിതവണ്ണവും ഇല്ലായിരുന്നു. എന്തായിരുന്നു ഇതിന് കാരണം? എൻ്റെ പേര് മേരി. എൻ്റെ അപ്പന് ടൈലറായിരുന്നു. അന്ന് മുഴികുളക്കാരിച്ചിയ നല്ലൊരു ദൈവിക കുടുംബമായിരുന്നു. അത് കണ്ട് ഞങ്ങൾ വളർന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങള് 4 പെണ്ണും, അമ്മ 10 പ്രസവിച്ചു. 7ാമത്തെ ഒരാങ്ങളെയും 4 പെങ്ങന്മാരും ആയിരുന്നു അങ്കമാലിയില്. അങ്ങനെ അപ്പൻ ടൈലറായിരുന്നു. അങ്ങനെ അപ്പം മരിക്കാറായപ്പോ ഞങ്ങളെ വിളിച്ചു. അപ്പൊ അപ്പം പറഞ്ഞു, എൻ്റെ കൊച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മോട്. വീട്ടില് 7 മണി 8 മണിയായി അപ്പാപ്പൻ വിളിക്കും. പ്രാർത്ഥന മുട്ടുകുത്തി ചരലിൽ നിർത്തും, ഉറങ്ങരുതെന്ന് പറയും. ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയുമ്പോ അപ്പാപ്പൻ ചെല്ലും, ഞങ്ങള് ബാക്കിയുള്ള ചെല്ലും. ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. പക്ഷെ 3ാം ക്ലാസ് പഠിച്ച് തൃശ്ശൂര് വന്നപ്പോ സ്കൂളിൽ ചേർത്തിപ്പോ 1 ചേർത്തുന്നു. അപ്പൊ ഞാൻ ഇനി പഠിക്കണില്ല, 1ലല്ലേ ചേർത്ത, കൊല്ലൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പടക്ക കമ്പനി പോയി. ശനിയാഴ്ച ആകുമ്പോ എൻ്റെ അമ്മ പറയും, മേറിയെ അമ്മയ്ക്ക് 2 പഴം മേടിച്ചു കൊണ്ടാടിയെന്ന് പറയും. ശനിയാഴ്ച പേരാങ്ങലത്തെ ഒരു വീടിന്റെ നേരെയുണ്ട്. കാലത്തേറ്റ് കുർബാനയ്ക്ക് പോവും കുരിയച്ചിറ പള്ളി. പള്ളിയിൽ നേരിട്ട് ഞങ്ങൾ പറത്താറുന്ന കൊള്ളിയിട്ട് അരിഞ്ഞുണക്കി പൊടിക്കും. 1 ലിലിട്ട് പൊടിച്ച് ഉണക്കി പൊടിച്ച് കുറുക്കും. വിശക്കണേന് കുറുക്കുകയും ചെയ്യും. പൂട്ടുണ്ടാക്കും, കൊള്ളിപ്പൂട്ട്. അന്നൊക്കെ എന്തൊരു സ്വാദാ കൊള്ളിപ്പൂട്ട്. അന്ന് ഗോതമ്പൊന്നും തോന്നണില്ല, അരി. കൊള്ളീന് കൊള്ളിപ്പൂട്ടാണ്, കൊള്ളി കുറുക്കും. കറി എന്തിട്ടാണ് വെക്കുക? ചമ്മന്തി എനിക്ക് ചമ്മന്തി, ഉപ്പേരി. പരിപ്പും മാങ്ങയും വെക്കുക കൂടുതൽ എൻ്റെ അമ്മ. പരിപ്പിരുമ്പം പുളി വെക്കും. ഒടിപ്പയറ് മേടിച്ച ഞാൻ നന്നാക്കി കൊടുക്കും. അമ്മ വെക്കും, ഉപ്പേരി കാച്ചും, കൊള്ളിപ്പേരി. ഓരോ ദിവസം കുറേ തരല്ല, എന്തെങ്കിലും ഒരു കറി. താളും കൊള്ളിയും വെച്ച് കടുക് പൊട്ടിക്കും. അന്ന് താള് എവിടെയുള്ള ഇങ്ങി. അന്ന് അപ്പാപ്പന് ഇത്തിരി സ്ഥലമുണ്ട്. ഞങ്ങള് അന്ന് കാലത്തിന് ചേമ്പൊക്കെ വെച്ചാർന്ന്. കാവത്ത് വല്ലവരൊക്കെ തരുമ്പോ പുഴുങ്ങും. കാവത്ത് പുഴുങ്ങും. ചെറുകിഴങ്ങ്, അന്ന് കടയിൽ നിന്ന് ചെറുകിഴങ്ങ്, മധുരം കിഴങ്ങ്. അമ്മണി മേടിക്കില്ല, 1 കിലോ റാത്തല. അന്ന് റാത്തല് കണക്കാ. അത് പുഴുങ്ങും. മധുരം കിഴങ്ങ് ഇഷ്ടം എനിക്ക്. ചെറുകിഴങ്ങ്, മീശയുള്ള മണ്ണിൻ്റെ അടിയിലെ ചെറുകിഴങ്ങ്. അപ്പൊ ഞാനാണ് കടയിൽ പോവുക. അപ്പൊ എല്ലാ കാര്യങ്ങളും കാര്യബോധത്തോടു കൂടി ചെയ്യാൻ ഞാനാ. തിന്നണത് പഴമുള്ളവിടെ. വേറെ കൊക്കുവട, പരിപ്പുവട ഈ വകയൊന്നും പേടിക്കാറിയില്ല, തിന്നൂല്ല. മുഴുവൻ മുളക് മേടിക്കും. അത് കുത്തി കാച്ചും. അമ്മീമ്മ വെച്ച് കുത്തി ഉപ്പേരി കാച്ചും. പിന്നെ അമ്മീമ്മ വെച്ച് അരയ്ക്കണത്. അമ്മീമ്മ വെച്ച് അന്ന് അരയ്ക്കുള്ളൂ.
മിക്സിയിൽ അടിക്കില്ല, അരച്ച് കൂട്ടാൻ വയ്ക്കും ഏത് കറിക്കായാലും. മീനായാലും ഇറച്ചിയായാലും സാമ്പാറായാലും, ഇപ്പൊക്കെ സാമ്പാർ പൊടിയല്ലേ, അന്ന് ഉലുവ കായം സാമ്പാറിൻ്റെ ഐറ്റങ്ങളും വറുത്ത് വെക്കും. പുളി പിഴിഞ്ഞൊഴിക്കും. പുളിയൊക്കെ വല്ല പറമ്പിൽ വീണ് കിടക്കണ പുളിയൊക്കെ പറക്കും. ആദ്യകാലത്ത് അരിയല്ല കിട്ടുക, നെല്ല് മേടിച്ച് പുഴുങ്ങി ഉണക്കി മരവരലിലിട്ട് കുത്തി ചേറി പൊടി ചതം മാറ്റി ചോറ് വെക്കും. അത് മണ്ണ് കലത്തിൽ നിന്ന് കഞ്ഞി കിട്ടുന്നത് ചട്ടിയിൽ. അത് ചിരട്ട കയ്യിലാണ് അന്ന്, സ്റ്റീൽ കയ്യിലും അലുമിനിയം കയ്യിലും ഒന്നും ഇല്ല, ചിരട്ട കയ്യിലാണ് മേടിച്ച് വയ്ക്കുക. അങ്ങനെ കഞ്ഞി കുടിക്കും. അതിന് എന്തെങ്കിലും ഒരു ഉപ്പേരി, എന്തെങ്കിലും ചമ്മന്തി, ചൂഞ്ഞുമിളകായ വിശേഷമായി. മിക്കവാറും കറിയില്ലാണ്ട് ചമ്മന്തിയാവും. അന്ന് വിറകണ്, ചുള്ളൽ വിറക് പെറുക്കി കൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ ചവറാവും. എന്നിട്ട് ഗ്യാസില്ലാത്ത കാരണം വിറകടുപ്പിൽ കത്തിച്ച് വേവിച്ച് തിളച്ചൊക്കെ പോവും. അങ്ങനെ ജീവിച്ച കാലം ഉണ്ടായിരുന്നു. മണ്ണ് ചീഞ്ചട്ടി, മണ്ണുകാലം, ചർച്ചകയില്. അന്നൊരു രോഗവും ഇല്ല. എനിക്കൊരു പനിയും ചുമയാ, വയ്യായി ഉണ്ടായ ഓർമ്മ എനിക്കില്ല. പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല. അന്ന് വിഷമുള്ള ഭക്ഷണമല്ല, അതിപ്പോഴാണ് തോന്നണേ. അന്നത്തെ നിയന്ത്രണ ഭക്ഷണം വിഷമില്ലാത്തതിൻ്റെ പേരിലാവും എനിക്കിപ്പോൾ ഒരു വയ്യായി ഇല്ലാത്ത. അന്ന് കഞ്ഞി കഞ്ഞിയായ കവടിപ്പാത്രം പ്ലാവിൻ്റെ ഇലയിൽ കഞ്ഞി കോരി കുടിക്കും. ചോറാണെങ്കിൽ ചോറ് കവടിക്കിണ്ണാണ്. അന്ന് പ്ലേറ്റും ഉടയുന്ന ഗ്ലാസ്സൊന്നും ഇല്ല. അന്ന് എൻ്റെ ഓർമ്മയിലുള്ളതെന്ന് ഞാൻ അന്ന് കവടിക്കിണ്ണ ഏറ്റവും വില പിടിച്ചതാ. വീട്ടില് കൂട്ടായ പ്രാർത്ഥനയുണ്ട്, എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നും പുസ്തകം നോക്കി പ്രാർത്ഥിക്കും, കാണാപ്പാടി കിട്ടില്ല. ഇന്നും കണ്ണാട വെച്ച് ബൈബിളും വായിക്കും, പ്രാർത്ഥിക്കും, പാട്ട് പാടും. ലൂക്ക 1:46 അധ്യായം, മറിയത്തിന്റെ സഹസ്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തെ ആനന്ദിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 5 മക്കളാണ്. 4ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ പേര് ജോസ് എന്നാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ പഴയകാല ചരിത്രങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അന്നത്തെ ഭക്ഷണ രീതികളൊക്കെ അമ്മയും ചേച്ചിമാരൊക്കെ രാത്രി കാലങ്ങളിൽ നെല്ല് കുത്തി അരിയാക്കി അത് ഭക്ഷണം വെച്ച് തരുന്നതൊക്കെയാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളായിരുന്നു. ഈ നമ്മുടെ ചക്കക്കുരു, മാങ്ങ, പിന്നെ ചേമ്പും താള്, പിന്നെ മുരിങ്ങേര ഇല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഇന്ന് വരെ ഞാൻ ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രഷർ, ഷുഗർ ഇങ്ങനത്തെ അസുഖങ്ങൾ ഒരു അസുഖവും ഇല്ല ആൾക്ക്. എപ്പോഴെങ്കിലും ഈ ക്ലൈമറ്റിനനുസരിച്ച് വല്ല ചെറിയൊരു പനിയോ നീരുവീഴ്ച വന്നാൽ തന്നെ അത് ഇവിടെ ലോക്കലായിട്ട് കാണിക്കുന്ന ഒരു അസുഖം മാത്രമേ വന്നിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ ഒരു പ്രശ്നേ ഇതുവരെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അത് വിട്ട് ഇപ്പോഴത്തെ കാലത്തെ ഭക്ഷണ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഭക്ഷണ രീതി എല്ലാം നമ്മൾ കഴിക്കുന്നത് മീനായാലും ഇറച്ചിയായാലും എല്ലാം വിഷാംശം കലർന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ എനിക്ക്, അമ്മയ്ക്ക് 84 വയസ്സായിട്ട് 87 വയസ്സായിട്ടൊരു കുഴപ്പമില്ല. എനിക്കിപ്പോ
നടക്കാനും മറ്റേ ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. അതിന്റെ കാരണം ഈ ഭക്ഷണത്തിന്റെ രീതി തന്നെയാണ്. അപ്പൊ അമ്മേരെ ആ ഒരു ജീവിതത്തിന്റെ രീതിയാണ് എന്ന് തോന്നുന്നു എല്ലാം കൊണ്ടും. പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു 5 മണിയാകുമ്പോൾ ആള് എനിക്ക് പ്രാർത്ഥിച്ച് നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേട്ടിട്ടാണ് ഞങ്ങള് ഉണരുന്നത്. അത് നല്ല സൗണ്ടിൽ തന്നെ ചെല്ലും ചെയ്യും. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് പാട്ട് ഭക്തിഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അത് ഇപ്പോഴും പാടും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികയില്ലൊരു സുഖവും മനഃശാന്തിയതും, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. 7 പ്രസവിച്ചാല് 5 മക്കൾ ഇപ്പുണ്ട്. 3 പെണ്ണും 2 ആണ്. അന്ന് പാലും പഞ്ചാരിയൊന്നല്ല, കണ്ണുള്ള കോരി കൊടുക്കും, മലമുടി മാറിയ ചായ കാപ്പി കട്ടൻ അത് ഇത് റേഷനരി മേടിക്കും, നഴി വെക്കും. അതിനൊക്കെ അപ്പോഴത്തെ തരം പോലെ ഇന്നത് വേണമെന്ന് ആരും നിർബന്ധിക്കില്ല. അപ്പൊ 2ാമത്തോള് പറയും തീയും പുകയും കാണുന്നുണ്ട്, അടപ്പുറത്ത് ഉണ്ടോന്ന് നോക്കും. അപ്പൊ അവള് എൻ്റെ മുണ്ടും പെട്ടിയുമേ ഇരുന്ന് മൂളിപ്പാട്ട് പാടും. വെക്കുന്നുണ്ടെന്ന്, ചോറ് വെക്കുന്നുണ്ടെന്ന് മൂള് പാട്ട് പാടും. കറി ഇന്നത് വേണമെന്നില്ല, അപ്പൊ കണ്ട കറി. ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനും വെച്ചാൽ രസമായി, മീനേലും. പിന്നെ വാഴക്കല്ല, പയറ്, വാഴക്കല്ലയും കൊള്ളിയും ഒക്കെ, ഉണ്ണിപ്പിണ്ടി, അതൊക്കെ വെച്ച വിശേഷമായി. അതിന് അരിത്തൊട്ടീൻ്റെ അന്ന് സഞ്ചിയല്ല, ഇപ്പൊക്കെ സഞ്ചി പ്ലാസ്റ്റിക്കൊറ. അന്ന് അരിത്തൊട്ടി കൊണ്ടുപോകണം, അവരൊന്നും തരില്ല സഞ്ചി. അങ്ങനെയുള്ള ജീവിതം കല്യാണം കഴിയണവരെ. അന്ന് അതേപോലെ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ കൊണ്ട് ഓടലുമില്ല, എനിക്കൊരു അസുഖമില്ല. ആ പ്രാർത്ഥന നേരം എടുക്കണ്, സത്യസന്ധ നേരം എടുക്കും, എളിമ, വിനയം. നമ്മള് എത്രയോ താഴ്ന്നു അത്രയേ ഉയരും. ചെറിയ പിള്ളേരെ ഇല്ല, അന്ന് കാലത്ത് മതിയാവോളം പിള്ളേരെ നോക്കി, ഒരേ വയസ്സ് 1.5 വയസ്സില്. അന്നൊരു വെറുപ്പ് വന്നിട്ടില്ല, മടുപ്പുമില്ല, പ്രാഗ് തല്ല് ഇടയ്ക്ക് ഒന്നുമില്ല. ഇപ്പം തൊട്ട് കുഞ്ഞു പിള്ളേരെ കണ്ടാൽ എനിക്കിഷ്ടമായി. അനേകം മക്കൾക്ക്, കുഞ്ഞുങ്ങളില്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചക്ക മേടിച്ച എല്ലാവരും തന്നാല് കാരമുള്ള് കളയും, ചവുണി മടലും കൂട്ടാൻ വയ്ക്കും. ഇന്ന് ചോള അടക്കം ഒരു മടലും വേണ്ട, ചവുണിയും വേണ്ട, ചക്കക്കുരും വേണ്ട. അന്ന് കാരമുള്ള് എല്ലാവരും കൂട്ടാൻ വയ്ക്കുന്ന ചക്കമടൽ കൊണ്ടുവന്ന് വെക്കും. ഇവിടെ തന്നെയല്ല, അതൊരു പൗറാണ്. അത് കഴിയുമ്പോൾ കൊയ്യാൻ പോവും, കൊയ്ത് ചുറ്റ്. അപ്പം എൻ്റെ മൂത്ത മോളെ കെട്ടിച്ചു ഗർഭിണി. 6ാമത്തെ മോനും ഇളയ മോനും ഒരേ ചുറ്റെടുക്കുക. അപ്പം ഞാൻ പറയും, ഇന്ന് കൊള്ളി പോകുമ്പോൾ ആർക്കാ അധികം കറ്റെടുത്ത ഒരു കൂടുതൽ തരാമെന്ന് പറയും. അപ്പോൾ ചെറിയോ വാദിച്ചിട്ട് ചുറ്റും കൊണ്ടുപോകും. ഇവിടെ അറ്റത്തെ പാടത്തുനിന്ന് വീടിൻ്റെ അവിടേക്ക് കൊണ്ടുവരണം. കൊയ്യാൻ പോയാൽ നിരന്ന് പെണ്ണുങ്ങൾ നിൽക്കും. അന്ന് അരിവാളുകൊണ്ട് കൊയ്ത് ചുറ്റുകെട്ടി അത് മെതിക്കണം. മെതിച്ച് നെല്ലുണ്ടായി കാറ്റത്തിട്ടിട്ട് ആ നെല്ലിന് അളവ് തരിക.
ഒരു 3 പറയുണ്ടായ എത്ര ഇടം കഴിയാൻ നെല്ല് അത് കൊണ്ടൊന്ന് പുഴിഞ്ഞ് ഉണക്കി കുത്തി ചേറി തവിട് കളഞ്ഞ് ആൾക്കാര് നെല്ലുത്തേരിയിലെ തവിട് വരെ ശർക്കരയിട്ട് തിന്നു പറയും. പക്ഷെ തവിടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നെല്ല് കുത്തിയത് അരിയോട് ചോറ് വെക്കും. ഇന്ന് ചോറ് വയ്ക്കുക, കൂട്ടാൻ വയ്ക്കുക മടിയല്ല, കാശുണ്ട്. ഹോട്ടലിൽ കയറുക, അതാണ് സന്തോഷം. ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കടക്കം. എനിക്കിഷ്ടമല്ല ഹോട്ടലിൽ കയറി കഴിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നാലും ഇനി കഴിക്കണ്ടേന്ന് വെച്ചിട്ട്. പക്ഷെ ഇന്ന് ഷുഗറ്, പ്രഷറ്, ഗ്യാസ്, പിന്നെ വേറൊരു രോഗം കൂടിയുണ്ട്. അതൊക്കെ വരുന്നത് വറവ് സാധനവും ഹോട്ടൽ ഭക്ഷണവും എന്തൊട്ടൊക്കെ അവരിടണേവോ. ദയവ് ചെയ്ത് വീട്ടിൽ പാകം ചെയ്യുക. എല്ലാത്തിനും വിഷ. ഓറഞ്ച് വരെ അവര് മൂപ്പ് പകുതിയാവും, മാങ്ങ പകുതി മൂക്കുമ്പോഴേക്കും വിഷം കേൾക്കും. അതുപോലെ ഏത് സാധനവും അതുപോലെ രോഗം വരും. ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഇരിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കുക, മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുക. കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്ല, ദൈവം നിശ്ചയിച്ചത് തൊട്ട് മരണം വരെ പ്രാർത്ഥിക്കുക. അതിനകത്തുമ്പോഴേക്കും മടുപ്പ് തോന്നും, പിശാച് തട്ടിക്കും, ഉറക്കത്തിപ്പെടുത്തും, അപ്പം തന്നെ ഉണരും. അങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ദൈവം തന്നതിന് നന്ദി പറയുന്നു. എത്ര മക്കൾക്ക് ഇതൊരു മാതൃകയായി തീരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇപ്പോഴത്തെ കാലത്ത് ആരാ ഇങ്ങനെയൊക്കെ കഴിക്കുക? ഇത് ന്യൂജന്റെ കാലഘട്ടമാ, അതും ഫാസ്റ്റ് ഫുഡ് ടൈം. പിസയും ബർഗറും ഷവർമയും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് എത്ര ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്? ഇതൊരു അറിയിപ്പാണ്. മരണമണി മുഴങ്ങുന്നതിന് മുൻപ് ജീവനിലേക്ക് തിരിച്ചു നടക്കാനുള്ള അറിയിപ്പ്. അടുക്കള പൂട്ടിയിട്ട് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് വളരുന്ന ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. ഭക്ഷണം മരുന്നാക്കണമെന്ന നമ്മുടെ പൂർവികരുടെ വാക്കുകൾ നാം നെഞ്ചിലേറ്റാൻ തുടങ്ങിയാൽ ഇന്ന് കാണുന്ന പല രോഗങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോകും. ഫാസ്റ്റ് ഫുഡ് യുഗത്തിലാണ് മാനവരാശിയുടെ 95% വ്യക്തികളും. പിസയും ബർഗറും ഷവർമയും തുടങ്ങിയ നിരവധി ഫാസ്റ്റ് ഫുഡുകൾ നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കും. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളായ കപ്പയും അപ്പവും ഇടിയപ്പവും അങ്ങനെ നിരവധി ശീലങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മളുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അമ്മ പറയുമായിരുന്നു, മോനെ നീ പോയിട്ട് ഒരു ചുവട് കപ്പ പറിച്ചുകൊണ്ട് പോകാൻ നമുക്ക് പുഴുങ്ങാം എന്ന് പറയുമായിരുന്നു. അമ്മ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മഴ നനഞ്ഞ് ഞാൻ ഓടിയിട്ടുണ്ടാകും. അങ്ങനെ അമ്മ പറഞ്ഞ കപ്പയും പറിച്ച് തിരിച്ച് നനഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അമ്മ അത് പുഴുങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അത് പുഴുങ്ങി കാന്താരി മുളകും മത്തിക്കറിയും ഒക്കെ കൂട്ടി കപ്പ കഴിക്കുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരികയാണ്. വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയായിരുന്നു. ഞങ്ങൾ എത്ര കുട്ടികളുണ്ടെങ്കിലും എല്ലാവരെയും ഒരേ സമയത്ത് വിളിച്ച് അമ്മ ഒരേ ഇലയിൽ ഈ ഭക്ഷണം വിളമ്പി തരികയും എല്ലാവരോടും കഴിച്ചോളാൻ പറയുകയുമായിരുന്നു സാധാരണ ചെയ്യാറ്. കാരണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സൗഹൃദം, അതിൻ്റെ ഒരു സ്നേഹം, അതിൻ്റെ ഒരു ഊഷ്മളത എന്ന് വേറെ തന്നെയായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായ പാത്രങ്ങളിൽ ആരും തന്നെ ഭക്ഷണം ചോദിക്കാറേ ഇല്ലായിരുന്നു. ചക്കയും കപ്പയും കാച്ചിലും ചേനയും ഒന്ന് കഴിച്ചു ആരും മരിച്ചതായിട്ട് നമ്മൾ ഇന്നുവരെ ലോക ചരിത്രത്തിൽ ഒരിടത്തും കേട്ടിട്ടില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പലവിധ രോഗങ്ങൾക്കും നമ്മൾ അടിമകളാണ്. കാരണം നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസമാണ്. പഴയ കാലത്തിൽ ഇത്രമാത്രം രോഗപീഠകൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ നേരെ കടയിൽ പോയി മുളകും മല്ലിയും ഒക്കെ നേരിട്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി അതിനെ പൊടിച്ച് നേരിട്ട് മസാലയാക്കി അത് ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നിരുന്നത്.
ഇന്നത്തെ രോഗങ്ങളുടെ പലതിൻ്റെയും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മസാലയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളുമാണ്. ഒരു ചെറിയ ഓർമ്മ കൂടെ നിങ്ങളോട് കൂടെ പങ്കുവയ്ക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ച എണ്ണ പൊട്ടിച്ച് കുപ്പിയിൽ ഒഴിച്ചപ്പോൾ അതിനകത്ത് മെഴുക് കാണുവാനിടയായി. എന്തിനാ ഈ മെഴുക് തിന്നുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് തേങ്ങ മേടിച്ച് നമുക്ക് തന്നെ അതിനെ പൊട്ടിച്ച് വെച്ച് ഉണക്കി നമുക്ക് തന്നെ എണ്ണയാക്കുവാണെങ്കിൽ എത്ര ശുദ്ധമായ എണ്ണ കിട്ടും. പിന്നെ ഞാൻ എന്തിനു ഈ മെഴുക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണം? എൻ്റെ അമ്മ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഓർത്തു പോവുകയാണ്. അമ്മ തന്നെ തേങ്ങ പൊതിച്ച് തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി അത് പാല് പിഴിഞ്ഞ് ഉരുളിക്കകത്തൊഴിച്ച് ഇളക്കി ഇളക്കി വെള്ളം പറ്റിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കി അതായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. മായമില്ലാത്ത കലർപ്പില്ലാത്ത ഭക്ഷണം നമ്മുടെ അവകാശമാണ്. അതിനുവേണ്ടി നാം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് നാം തിരിയേണ്ടത് നമ്മിലേക്ക് തന്നെയാണ്. ദൈവം നമ്മളെ ആരോഗ്യമുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മുടെ തന്നെ ജീവിത രീതികളും ഭക്ഷണ രീതികളുമാണ് നമ്മളെ രോഗികളാക്കിയത്. രോഗങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർക്കാം. ഫാസ്റ്റ് ഫുഡ് യുഗത്തിൽ നിന്നും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. പൂട്ടിയിട്ട അടുക്കളകൾ തുറക്കുന്നതിനായി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കരങ്ങൾ കോർക്കാം. മാറ്റം ആരംഭിക്കേണ്ടത് എന്നിൽ നിന്നാണെന്ന സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ചലഞ്ച് ഏറ്റെടുക്കൂ. ഫാസ്റ്റ് ഫുഡിനോട് ഗുഡ് ബൈ പറയൂ. പുതിയ വ്യക്തികളും സംഭവങ്ങളുമായി തനി നസ്രാണി ഇനി അടുത്ത ആഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. തനി നസ്രാണി, ഷിക്കാന ന്യൂസ്, പട്ടിക്കാട് PO, താളിക്കോട്, തൃശൂർ. അമ്മേ അമലേ അനുഗ്രഹീതേ ദിവ്യകാരുണ്യത്തിൻ മാതാവേ, കരതാരിലെന്നെ ചേർത്തിടണേ. അമ്മേ അമലേ അനുഗ്രഹീതേ.